സ്ഥലമാണ് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട്. പാലക്കാട് കൊല്ലങ്കോട് നിന്നും 4 കിലോമീറ്റർ അകലെയാണ് അതിപുരാതനവും പ്രസിദ്ധവുമായ തിരുക്കാച്ചാങ്കുറിശി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കശ്യപ മഹർഷി സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും ഒപ്പമുള്ള മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിനുണ്ട്. പുരാണങ്ങളിൽ ഏറെ പ്രതിപാദിച്ചിട്ടുള്ള ഇക്ഷുമതി നദിയുടെയും ഗായത്രി നദിയുടെയും ഇടയിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിന് സമമായി കണക്കാക്കപ്പെടുന്നു. പയ്യല്ലൂർ കാച്ചാങ്കുറിശി ഗ്രാമത്തിന്റെ നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് 4 ഭാഗത്തും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മലകളാണ്. കശ്യപ പ്രജാപതിയാൽ സ്ഥാപിതമായ ഈ ക്ഷേത്രം തെക്കൻ കാശി എന്ന പേരിലും അറിയപ്പെടുന്നു. കശ്യപ ശബ്ദത്തിന്റെ പ്രകൃതത്തോട് നാടൻ ഭാഷയിൽ ക്ഷേത്രം എന്നർത്ഥം വരുന്ന കുറിച്ചി എന്ന പദം കൂടി ചേർത്താണ് തിരുക്കാച്ചാങ്കുറിശി എന്ന പേര് ലഭിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ സ്ഥാനം ചെറുകുന്നത്ത് മനയ്ക്കും ചേറമ്പറ്റ മനയ്ക്കും കൊല്ലങ്കോട് രാജവംശത്തിനുമാണ്. വെങ്കനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തിന്റെ അധിപതിയായതുകൊണ്ടാണ് കൊല്ലങ്കോട് രാജവംശത്തിന് വെങ്കനാട് സ്വരൂപം എന്ന പേര് ലഭിച്ചത്. അതുവഴിയാണ് കൊല്ലങ്കോട് രാജവംശത്തിനും ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ സ്ഥാനം ലഭിച്ചത്. ഈ വെങ്കടദേശത്തിന്റെ ഈശനായതുകൊണ്ടാണ് ഭഗവാൻ തിരുക്കാച്ചാങ്കുറിശി പെരുമാൾ വെങ്കടേശൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കൊടിമരത്തിലെ ചെമ്പുതകടിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കശ്യപ മഹർഷി ഈ പ്രദേശത്തെ ഗോവിന്ദമലയിൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും ഭൂലോകവാസികളുടെ നന്മയ്ക്കായി ഇവിടെ വസിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഭഗവാൻ ഇവിടെ കുടികൊള്ളുകയായിരുന്നെന്നുമാണ് ഐതിഹ്യം. ബഹുവേര സമ്പ്രദായത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ സമ്പ്രദായം അപൂർവമായേ കാണാറുള്ളൂ. ചതുർബാഹുവായ മഹാവിഷ്ണു അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ദാരുവിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ വിഗ്രഹത്തിന് ഏകദേശം 5.5 അടിയോളം ഉയരവുമുണ്ട്. ശ്രീരാമാവതാരമൂർത്തിയായിട്ടാണ് സങ്കല്പം. കിഴക്കോട്ടാണ് ദർശനം. വിഗ്രഹത്തിൽ അഭിഷേകം ഇല്ല. മന്ത്രം ജപിച്ച് മയിൽപീലി കൊണ്ട് ഒഴിയുക മാത്രമേ പതിവുള്ളൂ. അഭിഷേകത്തിനും മറ്റും മറ്റൊരു വിഗ്രഹമാണുള്ളത്. മഹാലക്ഷ്മിയും ഭൂമിദേവിയും ഇടത്തും വലത്തുമുള്ളത് ശ്രീകോവിലിന്റെ ഉള്ളിൽ വശങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന കണ്ണാടിയിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് ദേവനിർമ്മിതമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൊക്കരണിയുമുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾക്കാവശ്യമായ ജലം ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റും രാമായണകഥ മുഴുവൻ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. ഗണപതി, ശിവൻ, ശാസ്താവ്, സർപ്പസുബ്രഹ്മണ്യൻ എന്നീ ഉപദേവതമാരുടെ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇതിൽ നാഗരൂപത്തിലുള്ള സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ എല്ലാ യാഗങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കാച്ചാങ്കുറിശി. കേരളത്തിൽ എവിടെ യാഗം നടന്നാലും യാഗത്തിനാവശ്യമായ സോമലത, മാൻതോൽ എന്നിവ നൽകുന്നതിനുള്ള അവകാശം സൂര്യവംശജരാണെന്ന് വിശ്വസിച്ചു പോരുന്ന കൊല്ലങ്കോട് രാജപരമ്പരയിലുള്ളവർക്കാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. യാഗത്തിനുള്ള സാധനങ്ങൾ യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണർക്ക് ഈ കശ്യപ ക്ഷേത്രത്തിൽ വെച്ച് മാത്രമേ നൽകുവാൻ പാടുള്ളൂ. കേരളത്തിൽ എവിടെ യാഗം നടക്കുകയാണെങ്കിലും സോമലത വെങ്കനാട് രാജാവിന്റെ പരമ്പരയിലുള്ളവർ ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് കൈമാറുന്നത്. യജ്ഞഫലത്തിന്റെ 1/6 ഭാഗം രാജപരമ്പരയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇത് ഇന്നുവരെ തെറ്റാതെ നടന്നുവരുന്ന ഒരു പാരമ്പര്യം കൂടിയാണ്. ക്ഷേത്രത്തിന് 2 തന്ത്രിമാരാണുള്ളത്. കരിയന്നൂർമന വാസുദേവൻ നമ്പൂതിരിയും അണ്ടലാടിമന ശങ്കരൻ നമ്പൂതിരിപ്പാടും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. കുട്ടികളില്ലാത്തവർ ഇവിടെ അന്നദാനം നടത്തിയാൽ 1 വർഷത്തിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നാണ് വിശ്വാസം. അന്നദാനം നടത്താൻ കഴിയാത്തവർ പാൽപ്പായസ വിതരണം നടത്തുകയും ആവാം. പ്രാർത്ഥിച്ച് തൊട്ടിൽ കെട്ടുന്ന വഴിപാടും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൽ കുടവും കയറും നടയ്ക്ക് സമർപ്പിക്കുക എന്നൊരു വഴിപാട് കൂടിയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ശമിക്കും ഇതുകൊണ്ട് എന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തിലെ ഭരണാധികാരികളിൽ 3 പേരിൽ ഒരംഗമായ വെങ്കനാട് വലിയ മഹാരാജാവിന് ആസ്ഥാനപ്രാപ്തി അവസരത്തിൽ അരിയിട്ടുവാഴ്ച എന്നൊരു ചടങ്ങുണ്ട്. ഈ സമ്പ്രദായം ഇവിടെ വെച്ച് നടത്താറുണ്ട്. തന്ത്രി വലിയ രാജാവിൽ ഇന്ദ്രനെ ആവാഹിച്ച് പ്രത്യക്ഷമായി പൂജാദികൾ നടത്തി ദേവത്വം നൽകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം പൂർത്തിയാവും.
പണ്ടുകാലത്ത് രാജാവിന് അരിയിട്ട് വാഴ്ച നടത്താൻ ഉപയോഗിക്കുന്ന സോമപീഠമാണത്. വർഷം ഓർമ്മയില്ല. എന്റെ കുട്ടിക്കാലത്ത് അന്നത്തെ രാജാവ് കൊല്ലങ്കോട് കോവിലകത്ത് വേണുഗോപാലവർമ്മ രാജാവിന് ഇതിലിരുത്തി തന്ത്രി നാൽപ്പാമര കലശം നിറച്ച് അത് നാൽപ്പാമര ജലം കലശം നിറച്ച് ഇതിലിരുത്തി അഭിഷേകം ചെയ്യുന്നത് എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. വർഷം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷമാണ് അതിന് മെതിയടിയിട്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കലും സോപാനത്തിൽ കയറി തൊഴുക, സംസ്കാര മണ്ഡപത്തിൽ കയറുക, അങ്ങനെ കണ്ടിട്ടുണ്ട്. കശ്യപത്തറയിൽ തൊഴുതതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ ക്ഷേത്രം നശിപ്പിക്കാൻ വന്ന ടിപ്പു സുൽത്താന് പോലും ദേവന്റെ പ്രഭാവത്തെ മറികടക്കാനായില്ല. ദേവന്റെ ശക്തിക്കടിപ്പെട്ട ടിപ്പു സുൽത്താൻ കുറെ ഭൂമി കൂടി ഈ ക്ഷേത്രത്തിന് ഇനാമായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ വസ്തുക്കൾക്ക് കരം കൊടുക്കേണ്ടതില്ല. ക്ഷേത്രത്തിന് 46,000 പറ നിലമുണ്ടായിരുന്നു. എന്നാൽ ഭൂപരിഷ്കരണത്തിന് ശേഷം ഇതെല്ലാം കൈവിട്ടുപോയി. ഇപ്പോഴും തുലാമാസത്തിൽ കറുത്തവാവിന് കർഷകർ ആദ്യ വിളവെടുപ്പിന്റെ ധാന്യങ്ങളും പച്ചക്കറികളും നെല്ലുമൊക്കെ ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട്. ആ നെല്ല് കുത്തി അരി ക്ഷേത്രത്തിൽ നിവേദ്യത്തിനായി എടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന വഴിപാടാണ് പാൽപന്തിരുനാഴി. ഇത് നടത്തിയാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് വിശ്വാസം. 12 നാഴി ഉണക്കലരി, 60 ലിറ്റർ പാൽ, 14 കിലോ പഞ്ചസാര, 500 ഗ്രാം വെണ്ണ, ഇത്രയുമാണ് ഇതിന്റെ ചേരുവകൾ. 2 നിലകളായുള്ള വട്ടശ്രീകോവിൽ, ചുറ്റമ്പലം, നമസ്കാര മണ്ഡപം, ഊട്ടുപുര, തീർത്ഥക്കിണർ, ക്ഷേത്രക്കുളം, ആൽത്തറ മൈതാനം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിന്റെ മഹിമ വർദ്ധിപ്പിക്കുന്നു. ഇരുനില വട്ടശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ മഹാഭാരതവും താഴത്തെ നിലയിൽ രാമായണവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് നടത്തിവരുന്നത്. 3 നേരം ശീവേലിയോടുകൂടി 5 പൂജയും രാത്രി തൃപ്പുകയോടെ നടയടപ്പ് എന്നിവയുമാണ് ഇവിടുത്തെ നിത്യപൂജാവിധികൾ. പുരാണങ്ങളുമായി ചേർന്ന് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾ ക്ഷേത്രത്തിന് സമീപത്തായുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി കുഷ്ടംകുഴി എന്നൊരു കുളവുമുണ്ട്. ഇവിടെ മുങ്ങിക്കുളിച്ചാൽ കുഷ്ഠരോഗം പോലും മാറും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് മുകളിലുള്ള മലയിലാണ് സീതാർകുണ്ട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നപ്പോൾ സീതാദേവി കുളിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കുളവും ഇവിടെയുണ്ട്. അതിനാലാണ് ഇതിന് സീതാർകുണ്ട് എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. കാച്ചാങ്കുറിശി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കാച്ചാങ്കുറിശി കേശവൻ എന്ന ഗജവീരനെ കുറിച്ചുകൂടി പറഞ്ഞെങ്കിലേ പൂർത്തിയാവൂ. പേരുകേട്ട കേശവത്രയങ്ങളിൽ ഇത്രത്തോളം കേമനായ ഒരാന വേറെയില്ല. ആകാരഗാംഭീര്യവും എഴുന്നള്ളിപ്പ് പ്രൗഢിയും മറ്റൊരാനയുമായും താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല. കേശവനെ ഒരിക്കലെങ്കിലും എഴുന്നള്ളിക്കാത്ത മേജർ ക്ഷേത്രങ്ങൾ ഉത്തര മധ്യ കേരളത്തിൽ ഉണ്ടാവില്ല. 1971-72 മൺമറഞ്ഞുപോയ കേശവനെപ്പറ്റി ധാരാളം കഥകൾ ഇന്നും ഈ നാട്ടുകാർക്ക് പറയാനുണ്ട്. ഈ മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.